നമ്മുടെ ബിഗിനർ സീരീസ് നമ്മളിവിടെ തുടങ്ങുകയാണ്. ഇനി ഇതിൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഫോട്ടോസിൽ അഥവാ ഇൻസ്റ്റഗ്രാമിൽ അതിനു വേണ്ടി ഉള്ള നല്ലൊരു ബോഡി, ഒരു എസ്തെറ്റിക് ബോഡിയാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു കോമ്പറ്റീഷന് വേണ്ട ഫിസിക്കിൽ അവിടെ ചെല്ലുമ്പം ലെറ്റ്സ് എ ഈവൻ എൻ്റെ വീഡിയോസ് കാണുമ്പം ചിലർ പറയും എൻ്റെ ഡെൽറ്റ് ഭയങ്കര ഹ്യൂജാണ്, അതാണ് നിൻ്റെ നാച്ചുറൽ അല്ല എന്ന് പറയാനൊരു റീസൺ. ബട്ട് ബിലീവ് മീ, നിങ്ങൾ ശരിക്കുള്ള ഒരു കോമ്പറ്റീഷനകത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഡെൽറ്റ് ഒന്നുമല്ലായിരുന്നു. അവരുടെ ഡെൽറ്റ് കണ്ടാൽ നിങ്ങളൊരു നാച്ചുറൽ ആണെന്ന് പോലും വിശ്വസിക്കത്തില്ല. ലൈക്ക് അത്രയും അടിപൊളി ഫിസിക്കാണ് അവർ ബിൽഡ് ചെയ്ത് തന്നിരുന്നത്. സോ എന്നെ സംബന്ധിച്ചോളം അത് മാത്രമല്ല, അവരുടെ ഫ്രെയിമിൽ ചിലർ ഷോർട്ടായിരുന്നു, ചിലർ ഓൾറെഡി നല്ല പ്രായമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി ടൈം ഉണ്ടായിരുന്നു, അവർ പണ്ട് തൊട്ടേ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതൊന്നുമല്ല നമ്മുടെ എക്സ്ക്യൂസ്. ഇപ്പം പണ്ടത്തെ രീതിയിൽ ബോഡി ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ പണ്ട് കൂടുതൽ ഇങ്ങനെ ക്ലാസ് ആയിട്ട് ഡിവിഷനൊന്നും ഇല്ലായിരുന്നു. ഹൈറ്റ് വെയിറ്റ് അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എല്ലാവരും ബോഡി ബിൽഡേഴ്സ്, ലൈക്ക് അവർ ഒരുമിച്ച് നിൽക്കുന്നു, ഒരു തമ്മിലൊരു കമ്പാരിസൺ. ലൈക്ക് എനിക്കും അത് തന്നെയാണ് താല്പര്യം. സോ ഇത് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പരാജയം തന്നെയാണ്. കാരണം എൻ്റെ മസ്കുലർ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു സൈസ് അവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വീക്കായിരുന്നു. ഭയങ്കര വീക്കെന്ന് വെച്ചാൽ ഭയങ്കര വീക്കായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ചെസ്റ്റ്, അതെ, സൈഡ് ചെസ്റ്റ് പിടിക്കുമ്പം ലൈക്ക് അവരുടെ നല്ല രീതിയിൽ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുവാണ്, ലൈക്ക് പ്രോപ്പർ ചെസ്റ്റായിട്ട് തന്നെ നിൽക്കുകയാണ്. എനിക്കത് ഇല്ല. സൈഡ് ചെസ്റ്റ് പിടിക്കാൻ നേരം നമ്മുടെ ആ ഒരു സ്ട്രയേഷൻസിൽ ലൈക്ക് ഒരു ഫോട്ടോജീനിക്ക് ആ ഒരു ഇതിലല്ലാണ്ട് ഒരു ബോഡി ബിൽഡിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന രീതിയിലുള്ള ചെസ്റ്റില്ല. പിന്നെ ഷോൾഡർ അവരെ കമ്പയർ ചെയ്യുമ്പം പോരാ. ആ കമ്പാരിറ്റീവ്ലി ബാക്ക് മാത്രമാണ് നമുക്ക് ഇച്ചിരി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ലെഗ്സിൽ നല്ല രീതിയിൽ പണിയെടുക്കാനുണ്ട്, നല്ല രീതിയിൽ സൈസ് കയറാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്കിനി ഒന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇടയ്ക്ക് വെച്ച് ഞാൻ ബോഡി ബിൽഡിങ്ങിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും കാലറീസ് ഒക്കെ ട്രാക്ക് ചെയ്ത് പ്രോപ്പറായിരുന്നെങ്കിലും ഒരു ടൈമിൽ ഞാൻ പിന്നെ ഒരിച്ചിരി ബാക്കിലോട്ട് ഇതായി. അതായത് നമ്മൾ പുഷ് ചെയ്യുന്ന വെയ്റ്റ്സ് ആണെങ്കിലും ഒക്കെ ഗെയിൻസ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഒരു ബോഡി ബിൽഡിംഗ് സ്റ്റേജിൽ കയറുന്ന രീതിയിലുള്ള ഗെയിൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് ബോറടിപ്പിച്ചതിൽ സോറി. നമുക്കിനി ഈ സീരീസിനെ പറ്റിയുള്ള കണ്ടിന്യൂഷൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്ട്രിക്റ്റ് പ്ലാൻ ഇടുവാണ്. എനിക്ക് ഓൾറെഡി ഞാൻ അറിയായിരുന്നു, ഞാൻ ആവറേജ് അവസാനം കഴിച്ചുകൊണ്ടിരുന്നത് 1800 കാലറീസാണ്. അറൗണ്ട് 72 കിലോ ആണ് എൻ്റെ വെയിറ്റ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ വെയിറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്ത് എങ്ങനെ ഡയറ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും ഇതുമായിട്ട് ഒരു മാറ്റവും ഇല്ല. അപ്പം സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങളുടെ ഡയറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് നിങ്ങൾ എഴുതി വെക്കുകയോ അങ്ങനെ ഡയറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരിക. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്നത് 1800 കാലറി ആയിരുന്നു എൻ്റെ ആവറേജ് കിടന്നിരുന്നത്. ഫസ്റ്റ് നമുക്ക് ന്യൂട്രീഷനിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം 1800 കാലറിയിൽ നിന്ന് എനിക്ക് ബൾക്ക് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി ഇപ്പോൾ നിൽക്കുന്ന എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ലെവലിൽ എനിക്ക് നല്ല താഴെയാണ്. കാരണം എനിക്ക് നല്ല വെയിലുള്ളപ്പോൾ പോലും എനിക്ക് വിറയ്ക്കുന്നുണ്ട്. കാരണം അപ്പോൾ അത്രയും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് താഴെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഇനീഷ്യലി ഒരു 500 കാലറീസ് ഞാൻ കൂട്ടുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി എങ്ങനെ കണ്ടുപിടിക്കണം, അത് ബൾക്കിങ്ങിനാണ് എങ്ങനെ, കട്ടിങ്ങിനാണ് എങ്ങനെ, അത് ആ വീഡിയോയ്ക്കകത്ത് തന്നെയുണ്ട്. അപ്പം 2300 കാലറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2300 കാലറിയിൽ 160 ഗ്രാം പ്രോട്ടീനാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. 160 ഗ്രാം പ്രോട്ടീനിൽ പ്യുവർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ മാത്രമല്ല, റൈസിൽ നിന്ന്, ഓട്സിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ വരുന്ന പ്രോട്ടീനും ഇൻവോൾവ് ആണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫാറ്റ്സ്. 50 ഗ്രാം ഫാറ്റ്സാണ് ഇട്ടേക്കുന്നത്. ഫൈനലി മിച്ചമുള്ളത് എന്താണോ അതെല്ലാം കാർബിൽ നിന്നാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 302.5 ഗ്രാം കാർബ് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ അഡീഷൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് സ്റ്റെപ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. ആവറേജ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രാക്കിങ്ങിന് വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോൺ എപ്പോഴും കൊണ്ടു നടക്കുമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഫോൺ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പെല്ലാം ശരിക്കും പറഞ്ഞാൽ ബോഡിയെ സംബന്ധിച്ചോളം ട്രാക്കിംഗ് ആണ്. നിങ്ങൾ എക്സ്ട്രീംലി എന്നെപ്പോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിനി ഒരെണ്ണം പോലും വിടാതെ അല്ലെങ്കിൽ അത്രയും പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ ട്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ മാത്രമേ നിങ്ങൾക്ക് ഉള്ളെങ്കിൽ ഫോണും കൂടെ ഇട്ടുകൊണ്ട് നടക്കുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ട്രാക്കിംഗ് ഒരു ആപ്ലിക്കേഷൻ, ഞാൻ ഇപ്പോൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐഫോണിൻ്റെ അകത്ത് തന്നെ സ്റ്റെപ്പ് ട്രാക്കിംഗ് ഉണ്ട്. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ വാച്ചിലാണ് നോക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഐഫോണിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പേസർ എന്ന് പറഞ്ഞൊരു ഫ്രീ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഇഷ്ടംപോലെ ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ലെറ്റ്സ് സേ 2 വീക്സിലാണ് നിങ്ങൾ ഡയറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞേക്കുന്നത്. ആ സെയിം 2 വീക്സിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ
ഡെയിലി സ്റ്റെപ്സ് മോണിറ്റർ ചെയ്യുക. നിങ്ങൾ എക്സ്ട്രാ നടക്കാനൊന്നും പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സാധാരണ നിങ്ങൾ പണിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നത് അന്നേരമൊക്കെ ഫോൺ പോക്കറ്റിൽ ഇട്ടേക്കുക. എന്നിട്ട് ഫൈനലി രാത്രി കിടക്കുന്നതിന് മുന്നേ അന്നത്തെ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ എത്ര നടന്നു എന്ന് നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 6000 സ്റ്റെപ്സ്. ഓക്കെ, നിങ്ങളൊരു പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ 6500, പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ 5000, പിന്നെ ഒരു ദിവസം നോക്കിയപ്പം 7500. ഇങ്ങനെ നമുക്ക് പല കൗണ്ട് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 2 വീക്സിൽ കിട്ടുന്നതിൻ്റെ ആവറേജ് എടുക്കുക. 14 ദിവസം കിട്ടിയതിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ 14. ആ ആവറേജ് എത്ര സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക. ആ ആവറേജ് കിട്ടിയത് 7000 ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഡെയിലി നോക്കേണ്ടത് 7000-നേക്കാട്ടിലും നിങ്ങൾ ഒത്തിരി ക്രോസ് ചെയ്തോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പ്ലാൻ പ്രകാരം എൻ്റെ ആവറേജ് 6000 സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ 6000 സ്റ്റെപ്സിൽ കോമ്പറ്റീഷൻ്റെ അവസാനത്ത് ഞാൻ 10,000 നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അല്ലാണ്ട് 6000 സ്റ്റെപ്സ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 6000-ന് മേളിൽ എക്സ്ട്രാ 1K സ്റ്റെപ്സ് ഞാൻ നടന്നാൽ, ലെറ്റ്സ് സേ 7000 ആയെങ്കിൽ ഞാനൊരു 50 കാലറീസ് കൂടുതൽ കഴിക്കണം. കാരണം ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്നൊരു എനർജി ഞാൻ കൂടുതൽ കഴിച്ചു. ഇതിപ്പം റിയൽ ലൈഫിലെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ അത്രയും ദിവസം സ്കൂളിൽ പോയി തിരിച്ചു വന്നു. ഒബ്വിയസ്ലി സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ ഫോൺ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. എങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുവാണ്, ലെറ്റ്സ് സേ നിങ്ങൾ ട്രാക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പതിവില്ലാതെ നിങ്ങൾ അവധിയുള്ള ദിവസം നിങ്ങൾ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾ പുറത്ത് കളിക്കാൻ പോയി, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ പോയി, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയി. അത് നിങ്ങൾക്ക് യൂഷ്വലി അല്ലാത്തതിലും കൂടുതൽ എനർജി കളയുന്നൊരു പോയിൻ്റാണത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്ര സ്റ്റെപ്സ് അവിടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എന്നാണെങ്കിൽ, നിങ്ങൾ എക്സ്ട്രാ 2000 സ്റ്റെപ്പ് എന്നാണെങ്കിൽ ഞാനപ്പോൾ ഒരു 100 കാലറി കൂടെ എക്സ്ട്രാ കഴിക്കും. 2300 കാലറി എന്നുള്ളത് ഞാൻ 2400 കാലറി എന്ന് കഴിക്കും. ആ ഒരു ചെറിയൊരു ഡിഫറൻസ്. അപ്പം അതാണ് സ്റ്റെപ്സിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിനൊരു പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതും ചിലർ പറയും ഞാനിതൊന്നും ചെയ്യാതെ മസിലുണ്ടാക്കി. ഓക്കെ, അത് ഉണ്ടാക്കിയെങ്കിൽ അവർക്ക് നല്ലത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മാക്സിമം സ്ട്രിക്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതും. സോ എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഇടുന്നതിൽ എനിക്കൊരു ഉപകാരമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെല്ലാം കറക്റ്റ് ടൈമിൽ ഫോളോ ചെയ്യാൻ പറ്റും. എനിക്ക് കറക്റ്റ് ടൈമിൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. ലൈക്ക് ഓക്കെ, ബോഡിക്ക് വേണ്ട ആ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കറക്റ്റ് ടൈമിലൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം പക്കായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം. സോ ഞാൻ ഡിസൈഡ് ചെയ്തത് ഇങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ ഡിസൈഡ് ചെയ്ത് ഇത്രേ ഉള്ളൂ. എനിക്ക് ജോലി എന്ന് പറയുന്നത് ഏറ്റവും ഏർലിയസ്റ്റ് എന്ന് പറയുന്നത് 7 മണിക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 9 മണിക്കാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ചില ദിവസങ്ങളിൽ 7 മണിയാകും. അപ്പോൾ എനിക്ക് എപ്പോഴും സ്ലീപ്പിൻ്റെ പാറ്റേൺ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. നമ്മുടെ സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ ഗട്ടിന്, അതായത് നമ്മുടെ ഡൈജഷനെ നമുക്ക് ബാധിക്കും. ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ സ്ഥിരം കിടക്കുന്ന സമയത്തിൽ നിന്ന് ഭയങ്കര താമസിച്ച് കിടക്കുക, അല്ലെങ്കിൽ നേരത്തെ കിടക്കുമ്പോഴാണെങ്കിലും ചില സമയത്ത് അങ്ങനെ ഉണ്ടാകും. അത് ഭയങ്കര താമസിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നിങ്ങൾ നേരത്തെ ഒരു 9 മണി 10 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് രാവിലെ ഒരു 4 മണി വരെ ഇരുന്നെങ്കിൽ, എന്നിട്ട് ഭയങ്കര താമസിച്ച് കിടന്നെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ വയറിനൊരു ട്രബിൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങൾ 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിയാൽ പോലും ഭയങ്കര തലവേദനയോ അല്ലെങ്കിൽ ബോഡിക്ക് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. നിങ്ങൾ ആ ഒരു സ്ലീപ്പ് ചെയ്ത് റിക്കവറായി എണീറ്റ് വന്ന ആ ഒരു ഫീലൊന്നും കിട്ടത്തില്ല. അത് എന്ന് വെച്ചാൽ ബോഡിയുടെ ക്ലോക്കാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ലെറ്റ്സ് സേ നിങ്ങൾ ഡെയിലി ഒരേ സമയത്തിന് ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ നിങ്ങൾ ഒരു 9 മണി 10 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ലെറ്റ്സ് സേ 5 മണിക്ക് എണീക്കുന്ന ഒരാളാണ്. കണ്ടിന്യൂസ് ഇത് ഫോളോ ചെയ്ത് വന്ന ഒരാൾക്ക് ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്കും അലാം പോലും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീക്കും. ഈവൻ ഒരു അവധി ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് പോകും. ഇതിൻ്റെ റീസൺ ബോഡിയുടെ ക്ലോക്കാണ്. ബോഡി ആ സമയത്ത് എണീറ്റ് ശീലിച്ചതുകൊണ്ട് ബോഡി തന്നെ എണീക്കാൻ ഇതാകും. ഇതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കേസ്. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ ഫോളോ ചെയ്ത് വന്നതാണ്. രാവിലെ ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ്, സ്കൂളിൽ പോകുമ്പോൾ ഒരു 10 മണി അല്ല 11 മണിക്ക് നമ്മൾ ബ്രേക്ക്, ഉച്ചക്കത്തേക്ക് ലഞ്ച് ബ്രേക്ക്. ഇതാണ് ഓഫീസ് ടൈം എല്ലായിടത്തും ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് വിശക്കാൻ തുടങ്ങുന്നത്. അത് ബോഡിയുടെ ക്ലോക്കാണ്. അപ്പോൾ മാക്സിമം ബോഡിക്ക് സെയിം ടൈമിന് കൊടുക്കണം. ബോഡിക്ക് അറിയാം ഇന്ന സമയത്ത് ഇത് വരും, ഇന്ന സമയത്ത് ഇത് ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബോഡിക്ക് ഡൈജഷനൊക്കെ ഇച്ചിരി കൂടി ബെറ്റർ ആകും, ഗട്ട് ഹെൽത്തൊക്കെ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആകും. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനിതെങ്ങനെ എൻ്റെ ലൈഫിൽ പാറ്റേൺ മാനേജ് ചെയ്യുമെന്ന് പറയാം. 5 മണിക്കാണ് എണീക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. 5 മണിക്ക് എണീറ്റാൽ സംഭവങ്ങളെല്ലാം റെഡിയാക്കി ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസവും വെയിറ്റപ്പ് ചെക്ക് ചെയ്യണം. ഒരു 5:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് തുടങ്ങും. അപ്പോൾ ഈ 5:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 6:30 ആകുമ്പോഴത്തേക്കും വണ്ടിയുണ്ട് ഇവിടുന്ന് ബസ് എടുത്ത് ഞാനവിടെ ജോലി ചെല്ലുകയാണെങ്കിൽ 6 അല്ലെങ്കിൽ 6:25. അപ്പോൾ കറക്റ്റ് എനിക്ക് 7 മണിയാകുമ്പോൾ അവിടെ ചെല്ലാൻ പറ്റും. 7 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
8 മണിയാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് സ്നാക്ക് കഴിക്കാം, ലൈക്ക് എന്തെങ്കിലും കൊണ്ടുപോകാം, ലൈക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നെങ്കിലും. പിന്നെ എനിക്ക് ലഞ്ച് ബ്രേക്ക് ഞാനിപ്പം 8 മണി ആയതുകൊണ്ട് 9, 10, 11 ഓൾറെഡി 3-3.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എനിക്ക് 12 മണി എന്നുള്ളത് എനിക്ക് കുറച്ച് നേരത്തെ വേണം ലഞ്ച് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 11:30ക്കാണ് ലഞ്ച് ബ്രേക്ക് ഇട്ടേക്കുന്നത്. 11:30 ലഞ്ച് ബ്രേക്ക് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ജോലി മിക്കപ്പോഴും ഒരു 2 മണി to 4 മണി ഈ ഒരു റേഞ്ചിൽ എവിടെ വേണേലും തീരാം, അത്രയും പെട്ടെന്ന് തീരും. ആ ഒരു ഗ്യാപ്പിൽ എവിടെ വേണേലും തീരാം. അപ്പം ഞാൻ തീരുമാനിച്ചേക്കുന്നത് ലൈക്ക് നമുക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഒരു 3 മണിയാകുമ്പോഴത്തേക്കും പ്രീ വർക്കൗട്ട് ഫുഡും കഴിച്ച് വെക്കുക. അത് ജോലിയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ഇതൊക്കെ പാക്ഡ് ആയിരിക്കും, നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. 3 മണിയാകുമ്പോൾ പ്രീ വർക്കൗട്ട് ഫുഡും കഴിച്ച് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് ഡൈജഷനുള്ള ടൈമും ഉണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ വർക്കൗട്ടിന് വേണ്ടി റെഡി ആയിരിക്കും. അപ്പം ഇവിടെ സാധാരണ ഞാൻ വീട്ടിലെത്തുന്നത് 4:30 അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയി 6 മണി ഈ ഒരു ഗ്യാപ്പിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ എപ്പോൾ വരുന്നോ, കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് ജിമ്മിലോട്ട് പോകാം, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 5 മണി നമുക്ക് പിടിക്കാം. 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് നമ്മൾ വർക്കൗട്ട് തുടങ്ങിയാൽ ഇപ്പോഴത്തെ വർക്കൗട്ട് പ്ലാൻ പ്രകാരം, അതായത് ഇപ്പോഴത്തെ ഈ ബിഗിനർ സീരീസിലെ വർക്കൗട്ട് പ്ലാൻ പ്രകാരം നമുക്ക് ഏറ്റവും കൂടിപ്പോയാൽ 1 അവർ അല്ലെങ്കിൽ 1.5 മണിക്കൂറേ കാണുള്ളൂ. ഏറ്റവും മാക്സിമം 1.5 മണിക്കൂറേ കാണുള്ളൂ. 1.5 മണിക്കൂറൊക്കെ ഭയങ്കര റെയർലി ആയിരിക്കും, എങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമുക്കിപ്പോൾ ഇവിടെ ആവറേജ് ഇടാം. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ 6 മണിക്ക് വന്ന് ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ വർക്കൗട്ട് തീർന്നിരിക്കണം, ഇൻക്ലൂഡിങ് വാമപ്പ്, ഇൻക്ലൂഡിങ് റെസ്റ്റ് ടൈമുകൾ എല്ലാം കൂടെ കൂട്ടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ 7:30 വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് 7:45 അല്ലെങ്കിൽ 8 മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കുന്നു. ഡിന്നർ എന്ന് പറയുമ്പം ഫുഡ് ഞാൻ ഒന്നേന്ന് പറയാം, അതിനകത്ത് ഏതൊക്കെയാണ് ഫുഡുകൾ എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത് 8 അവേഴ്സിന് വേണ്ടിയാണ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. അപ്പം 5 മണിക്ക് എണീക്കണമെങ്കിൽ കറക്റ്റ് 8 മണിക്കൂർ പറയുകയാണെങ്കിൽ 9 മണിക്ക് കിടന്നാലേ 8 മണിക്കൂറാകുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, നമ്മൾ കിടക്കുന്നതിന് കുറച്ച് ടൈം മുന്നേ നമ്മുടെ സ്ക്രീൻ ടൈം നമ്മൾ നിർത്തി വച്ചിരിക്കണം. അതായത് ഫൈനലി നമ്മൾ ഫോൺ നോക്കുന്നത്, ലെറ്റ്സ് സേ വർക്കൗട്ടിന് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ട്രാക്ക് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഫൈനലി ഫോൺ നോക്കുന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് കിടക്കുന്നതിന് കുറേ നേരം ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കരുത്. ചെറുതായിട്ട് ബ്ലൂ ലൈറ്റ് സ്ലീപ്പിനെ മെസ്സപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും എക്സ്ട്രീമായിട്ട് നിങ്ങൾ നോക്കണമെന്നില്ല, ബട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് എന്നാണ് നോക്കുന്നതെങ്കിൽ അതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതും ചെയ്യുകയാണ്. അപ്പം 8:30 ആകുമ്പോൾ കിടക്കുക. കാരണം ഒരു അരമണിക്കൂർ വേണം നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉറങ്ങി വരാൻ. കാരണം ഇനീഷ്യലി നിങ്ങൾ ഒത്തിരി ലേറ്റായിട്ട് കിടന്ന് ശീലിച്ച ഒരാളാണെങ്കിൽ ആദ്യത്തെ ദിവസം ഇത്ര നേരത്തെ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടെ നേരത്തെ കിടന്ന് കണ്ണടച്ചതിനെ അങ്ങനെ ഇരിക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങിക്കോളൂ. അങ്ങനെ ശീലമായി കഴിയുമ്പോഴത്തേക്കും ബോഡി അക്സെപ്റ്റ് ചെയ്തോളൂ, അഡാപ്റ്റ് ചെയ്തോളൂ അതുമായിട്ട്. അപ്പോൾ 9 മണിക്ക് നമുക്ക് 9 മണിക്ക് കിടന്നാലാണ് 8 മണിക്കൂർ ടൈം ഫ്രെയിം കിട്ടുമെങ്കിൽ എക്സ്ട്രാ ഒരു 30 മിനിറ്റ്സ് നേരത്തെ കിടന്നു തുടങ്ങുക. അതായത് 8:30 ആകുമ്പോൾ കിടക്കാൻ നോക്കുക. അപ്പം ഇതാണ് എൻ്റെ പാറ്റേൺ ഞാൻ ഇട്ടേക്കുന്നത്. ഇനി എൻ്റെ ഫുഡുകൾ ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഫുഡുകൾ ഞാൻ ഇത് ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു എസ്റ്റിമേറ്റഡ് കറക്റ്റായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് ഇതിൻ്റെയൊക്കെ എത്രയായിരിക്കണം, എത്ര ഗ്രാം കാർബ് എടുക്കണം, എത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കണം, എത്ര ഗ്രാം ഫാറ്റ്സ് എടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പം ഞാൻ നോക്കുന്നുണ്ട്. ജെഫ് നിപ്പാഡ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സെയിം പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് അതിൽ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെയിം റെഫറൻസ് വെച്ച് ഫുഡുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഫുഡ് ചൂസ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഗട്ട് ഹെൽത്തിനും വേണ്ടി, അഥവാ പിന്നെയുള്ള നമ്മുടെ ഗ്രീൻസ് ഇല്ലേ, അതായത് പച്ചക്കറികൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ആഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഡൈജഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഒന്നാമത് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ തൈര് 300 ഗ്രാം ഇട്ടു. ഇതിനകത്ത് അത്യാവശ്യം ഒരു എക്സ്ട്രാ ഫ്രൂട്ട് സോഴ്സായിട്ട് ആപ്പിൾ ഇട്ടിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ബീട്രൂട്ട് ഒരു 50 ഗ്രാം ഇവിടെ കുക്ക്ഡായിട്ട് ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും. അപ്പോൾ ഒരു 50 ഗ്രാം ബീട്രൂട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് സോഴ്സ് നമ്മുടെ വർക്കൗട്ടിന് മുന്നേ ഞാൻ കിവി ആയിട്ടേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം ചൂസ് ചെയ്യാൻ കേട്ടോ, ലൈക്ക് ഞാൻ പറയാം ഇതെങ്ങനെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബ്രോക്കോളി ഞാനൊരു 200 ഗ്രാം, നമ്മുടെ സാധാ ബീൻസ് ഇല്ലേ, ഗ്രീൻ ബീൻസ്, നീളമുള്ള പച്ച ബീൻസ്, അത് 200 ഗ്രാം, പിന്നെ ക്യുക്കുംബർ ഒരു 200 ഗ്രാം. കാർബിൽ വന്നേക്കുന്നത് ഞാൻ ചൂസ് ചെയ്തത് ഓട്സ് യൂസ് ചെയ്തു, സ്വീറ്റ് പൊട്ടറ്റോ ചൂസ് ചെയ്തു, ബസ്മതി റൈസ് യൂസ് ചെയ്തു. പ്രോട്ടീനിൽ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഹോളഗുകളുണ്ട്, എഗ് വൈറ്റുകളുണ്ട്, ഒരു പ്രോട്ടീൻ പൗഡർ ഒരു 10 ഗ്രാം ഉണ്ട്, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്, സാൽമൺ ഉണ്ട്. ഓക്കെ, ഇനി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഫുഡുകൾ ചൂസ് ചെയ്യുക. അതായത് ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ ലീൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോൾ ചിക്കൻ വെച്ച് തന്നെ നിങ്ങളുടെ ഫാറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണെന്ന്, മറ്റേത് റിസൾട്ട് കിട്ടത്തില്ലെന്നല്ല, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ
ഏറ്റവും ലീൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എടുക്കുക. എന്നിട്ട് ഫാറ്റ് സോഴ്സ് വേറെ ഏതെങ്കിലും നല്ല സോഴ്സിൽ നിന്ന്, അത് പ്യുവർ ഫാറ്റ് സോഴ്സ് എന്ന് പറയുമ്പം ഫ്ലാക്സീഡ് ഓയിലുണ്ട്, നമ്മുടെ ഒലീവ് ഓയിലുണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ട്, നട്ട്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി കാർബ് ചൂസ് ചെയ്യാൻ നേരം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള കാർബുകൾ എന്ന് പറഞ്ഞാൽ, ലോ ഗ്ലൈസീമിക് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി പയ്യെ ഇങ്ങനെ ബോഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇച്ചിരി ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആണെങ്കിലും നമുക്ക് ബോഡിക്ക് അത് എനർജി കാണും. അല്ലാണ്ട് നമുക്ക് അപ്പം കഴിച്ചപ്പോൾ ഒരു ഭയങ്കര ഊർജ്ജം കിട്ടി, അതിനാണ് ഹൈ ഗ്ലൈസീമിക് എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റ് നമുക്ക് നല്ലൊരു എനർജി ആയിരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോഡിക്കകത്ത് ഇത് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ലോ ഗ്ലൈസീമിക് വേഴ്സസ് ഹൈ ഗ്ലൈസീമിക്. ലോവർ ഗ്ലൈസീമിക് ആണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സസുകൾ. അതിനകത്താണ് നമ്മുടെ ഓട്സ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ റോൾഡ് ഓട്സ് മേടിക്കുക. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ഉള്ളത് ബസ്മതി റൈസിൽ, പിന്നെ ബ്രൗൺ റൈസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ ചോയ്സസുകൾ ലോ ഗ്ലൈസീമിക്ക് നല്ല ഫുഡുകൾ നോക്കി ചൂസ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് വെച്ചാൽ, എനിക്ക് അത്യാവശ്യം സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി ഏതാണ്, അങ്ങനത്തെ ഞാൻ തന്നെ ചിന്തിക്കുകയായിരുന്നു. ഇത്രയും ഫുഡുകൾ ഞാൻ ചൂസ് ചെയ്ത് വെച്ചു, എത്ര വേണമെന്ന് ഞാൻ ചൂസ് ചെയ്തു. അത് ഞാൻ എൻ്റെ കാലറി ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന ആ വീഡിയോ വെച്ച് തന്നെയാണ് ഞാനും ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ ഇത്രയും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഇതിനി എവിടെയൊക്കെ കൊണ്ടിടണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സമയത്ത് കഴിക്കണം, അങ്ങനെ ഞാൻ കുറേ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എവിടെയൊക്കെ കൊണ്ട് ഇടണമെന്ന് വെച്ച് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലെ ഫുഡ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത്രയും നേരത്തെ എണീറ്റ് വരുമ്പം ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ എനിക്ക് ഒത്തിരി കാർബ് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം അത്രയും വിശപ്പില്ല ആ ടൈമിൽ, അന്നേരം നമുക്ക് ഒത്തിരി കാർബ് വെറുതെ തള്ളി കയറ്റിയിട്ട് കാര്യമില്ല. അത് മാത്രമല്ല 2300 കാലറിയിൽ നമുക്ക് ഒത്തിരി കാർബെന്ന് പറയാനില്ല. അപ്പം മാക്സിമം നമ്മുടെ വർക്കൗട്ടിന് മുന്നേയും വർക്കൗട്ട് കഴിഞ്ഞും, വർക്കൗട്ടിന് മുന്നേ എന്ന് പറയുമ്പോൾ വർക്കൗട്ടിന് വേണ്ട എനർജിക്ക് വേണ്ടിയുള്ള കാർബ്, വർക്കൗട്ടിന് കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കളഞ്ഞ എനർജി ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാർബ്. അപ്പം മെയിൻ കാർബ് സോഴ്സ് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ഹോൾ എഗ്ഗ്, 2 എഗ്ഗ് വൈറ്റ്, യോഗട്ട് ഒരു 150 ഗ്രാം, നമ്മുടെ ബീൻസ് ഒരു 200 ഗ്രാം. ഇതെല്ലാം റോ വെയിറ്റാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. പിന്നെ ഞാൻ സ്നാക്സ്, അതായത് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട 8 മണിക്ക് കഴിക്കേണ്ട സാധനം, അത് ഞാൻ 2 എഗ്ഗ് വൈറ്റും 200 ഗ്രാം ആപ്പിൾ, പിന്നെ ക്യുക്കുംബർ 100 ഗ്രാം, ഇത്രയുമാണ് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ലഞ്ചിൽ വരുന്നത് 100 ഗ്രാം റൈസ് അൺകുക്ക്ഡ് വെയിറ്റാണ്, 150 ഗ്രാം യോഗട്ട്, സാൽമൺ 200 ഗ്രാം, പിന്നെ ബീട്രൂട്ട് ഒരു 50 ഗ്രാം. ബീട്രൂട്ട് ഈ ഒരു സമയത്ത് കഴിക്കുന്നത് അറിയാം, അതിലൊരു നമ്മുടെ നൈട്രിക് ഓക്സൈഡിൻ്റെ റിലീസ് വരുന്നുണ്ട്. നൈട്രിക് ഓക്സൈഡ് തന്നെ അല്ലായിരുന്നു എൻ്റെ, എന്നാണെങ്കിലും പ്രീ വർക്കൗട്ടിന് നല്ലതാണ് ബീട്രൂട്ട്. അപ്പോൾ പ്രീ വർക്കൗട്ട് ഫുഡ് കഴിക്കുന്നതിന് കുറച്ചും കൂടെ നേരത്തെ നമ്മൾ കഴിച്ചു എന്ന് മാത്രം, ആ എനർജി കിട്ടാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂടുതൽ ബ്രോക്കോളി 200 ഗ്രാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പ്രീ വർക്കൗട്ട് ഫുഡാണ് വരുന്നത്. പ്രീ വർക്കൗട്ട് ഫുഡാണ്, അത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ 3 മീലാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ 2 പാക്ഡ് ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത് ഒരെണ്ണം കൂടെ വലിയ മീലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബാഗ് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ സിമ്പിൾ ഓപ്ഷൻ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓട്സ്, അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ പൗഡർ, 10 ഗ്രാം പ്രോട്ടീൻ പൗഡറുകൾ. കാരണം ഓൾറെഡി എൻ്റെ ഓവറോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 ഗ്രാം പ്രോട്ടീൻ പൗഡറും പിന്നെ ഒരു ഫ്രൂട്ട് സോഴ്സും, കിവി ഒരെണ്ണം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ മീൽ എന്ന് പറയുന്നത് ഡിന്നറാണ്. അതിന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ, അതിൻ്റെ കൂട്ടത്തിൽ 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റും ഫൈനലി 100 ഗ്രാം ക്യുക്കുംബറും, ഇത്രയും കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, പാറ്റേൺ ഒന്ന് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം ന്യൂട്രീഷനെ പറ്റി ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെയിലി പാറ്റേൺ ഇത്ര ഉണ്ടാക്കിയിടുക, ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. ബാക്കി ഇനി അടുത്തത് വർക്കൗട്ട്സിനെ പറ്റി അടുത്തത് തൊട്ടടുത്ത വീഡിയോ അധികം താമസിക്കാതെ തന്നെ ഉണ്ടായിരിക്കും. ഞാനിനി ഈ സാധനങ്ങളെല്ലാം എനിക്കൊന്ന് പുറത്ത് പോയി മേടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ അല്ല, അധികം ഇത് പക്ഷേ ലെങ്തി ആകുമായിരിക്കും. പക്ഷേ അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ബാക്കി കാണും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തതാണെങ്കിൽ. തൽക്കാലം ഞാനിപ്പോൾ എണീറ്റ് വന്നേ ഉള്ളൂ. ഇതിപ്പം ഇവിടെ ഇപ്പോൾ ഇറക്കുന്ന സമയമാകാറായി, 10:45 ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടതിൽ എനിക്ക് എന്തൊക്കെ ഫുഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്, എത്ര ദിവസത്തേക്ക് എനിക്ക് ഒരു 3 ദിവസം 4 ദിവസത്തേക്ക് ഞാൻ മേടിച്ച് വെക്കണമെങ്കിൽ എത്ര ഫുഡുകൾ മേടിച്ച് വെക്കണം. അതുപോലെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഈ സാധനങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിലാണോ നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള ഫുഡുകളെ നിങ്ങൾ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ലോങ് ടൈം അത് ഫോളോ ചെയ്യത്തില്ല. അപ്പം
അങ്ങനെയാണോ നോക്കിയിട്ട് ഒരു 3 ദിവസത്തേക്ക് മേടിക്കുന്ന ഇതിൽ എത്ര എണ്ണം മേടിക്കണം എന്നൊക്കെയുള്ള ലിസ്റ്റ് എഴുതി വെക്കുക. എക്സ്ട്രാ ഒന്നും പോയി മേടിക്കരുത്. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടയ്ക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് അതെടുത്തുകൊണ്ട് പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ജിമ്മിൽ കൊണ്ടുപോകാം. എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും വരിക, ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുക. ഞാൻ കാണിക്കാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മുടെ വർക്കൗട്ട് പ്ലാന്, അത് നിങ്ങളെങ്ങനെ ചെയ്യണം, അത് ഫ്യൂച്ചറിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം, എത്ര നാൾ ഫോളോ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരാം. സോ ഇപ്പം ഞാൻ പോയി ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. ബഡ്ജറ്റിങ് എങ്ങനെയാണെന്ന് ഞാൻ പ്രോപ്പറായിട്ട് സാധനങ്ങൾ മേടിച്ച് അവിടുന്ന് ബില്ലെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഫുഡുകളുണ്ടല്ലോ, ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ സെയിം ലിസ്റ്റിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ ലിസ്റ്റാക്കി ഉണ്ടാക്കിയിട്ട് അതാണിപ്പോൾ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ബിൽസ് ടോട്ടൽ എത്ര വന്നു അതിനെ ബേസ് ചെയ്ത് ഞാനത് എങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നു, ഒരു മാസത്തേക്ക് എനിക്ക് എത്ര ചിലവുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഞാനൊരു അറൗണ്ട് വെക്കുന്നത് 150 to 200 പൗണ്ട്സ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആവറേജ് കണക്കിന് വരുന്നത്, പെർ മന്ത് വരുന്നത്. പക്ഷേ ഇതത്ര ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഒത്തിരി എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചുരുക്കാമെന്നും അങ്ങനെ കാണിച്ചു തരാം. എക്സീഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. മാക്സിമം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഫുഡ് പോയേക്കുന്നത്. ഒത്തിരി എമൗണ്ട് ഇല്ല, 2300 കാലറിയല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് അവളെയും പിക്ക് ചെയ്യാം. ദേണ്ട വരുന്നു. സാധനം മേടിക്കാൻ ലിസ്റ്റ് ഉണ്ടാക്കിയോ? നമ്മൾ പറഞ്ഞ പോലെ ഈ ഫോണിൽ കണ്ടോ? ശരിക്കും കാണത്തില്ലായിരിക്കും, നോക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറ്റിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്ന ബില്ല് എന്താണോ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അവിടെ കിട്ടിയ ബില്ല്. അപ്പോൾ ഫുള്ള് ബില്ലിൻ്റെ ഈ റെസിപ്റ്റ് ഫൈനൽ വരുന്നത് 26 പൗണ്ട് 77 പെൻസ്. ഇനി ഇത് വെച്ച് എങ്ങനെ ബഡ്ജറ്റ് ഇടാമെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഫുള്ളിരുന്ന് ഞാൻ ഓരോന്നും ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നില്ല. ബേസിക് മാത്സ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ പാക്കറ്റിൽ ഇവിടെ 15 മുട്ടയാണ് വരുന്നത്. 15 മുട്ടയ്ക്ക് വരുന്നത് 2 പൗണ്ട് 69 പെൻസ്. 2 പൗണ്ട് 69 പെൻസ് എന്ന് പറയുമ്പം എനിക്കൊരു ദിവസം ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഒരു ഹോൾ ഡേയിൽ വരുന്ന എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കാം. മുട്ട എനിക്ക് ടോട്ടൽ 5 ദിവസം ഒരു ദിവസം വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഹോൾ എഗ്ഗും ബാക്കി 4 എണ്ണം എഗ് വൈറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പാക്കറ്റിലെ 5 ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു പാക്കറ്റ് 3 ദിവസത്തേക്കേ ഉള്ളൂ. ഓക്കെ, അപ്പം 2.69 ഡിവൈഡഡ് ബൈ 3 കാൽക്കുലേറ്റർ നോക്കാം. 2.69 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഒരു ദിവസം എനിക്ക് 0.89 സംതിങ് പെൻസ് വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നും ഒരു ദിവസത്തേക്ക് എത്രയാണോ വരുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ ചിലപ്പം പെർ വീക്ക് ആയിരിക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ പെർ മന്ത് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്ന് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് എത്ര എക്സ്പെൻസ് വരുമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. നമുക്ക് അപ്രോക്സിമേറ്റ് കിട്ടുന്ന വാല്യൂ അറൗണ്ട് 184 പൗണ്ട്സ് ടു 200 പൗണ്ട്സ്. അത് 160 to 200 ഇടയ്ക്ക് എവിടെ വേണേലും ആകാം. ബിക്കോസ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ മേടിക്കാത്ത കാര്യങ്ങളുണ്ട്. അതായത് റൈസ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഓട്സ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഹൈ ക്വാണ്ടിറ്റിയിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഇരിക്കുന്ന സാധനങ്ങളാണ്. സോ അതിനും കൂടെ എസ്റ്റിമേറ്റഡ് കാൽക്കുലേഷൻ ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്പൈസസും ഒരു ചെറിയ എമൗണ്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇത്ര വരുള്ളൂ. മാക്സിമം 200 പൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ 200 പൗണ്ട്സ് ആണ് എന്നാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ബഡ്ജറ്റിംഗ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഡയറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വെള്ളം കൂടി പറയാം. അറൗണ്ട് 325 to 350 ml പെർ 10 കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റ് ആണ് ഐഡിയലി ഹൈഡ്രേഷൻ ഏറ്റവും പറയുന്നത്. ഇപ്പം ഞാൻ 350 എടുത്താൽ പോലും 10 കിലോ ആണെങ്കിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് 70 kg ആണ്, 72 ആണ്. അപ്പോൾ 70 എന്ന് എടുക്കാം. അപ്പം 10 എന്ന് പറയുമ്പോഴത്തേക്കും ടൈംസ് 7, 350 ടൈംസ് 7 എന്ന് പറയുമ്പം 2450 ml. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തൽക്കാലം 2.5 ലിറ്റർ എന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പം 2.5 ലിറ്റർ വെള്ളം, ഇത്രയും ഫുഡുകൾ, ഇങ്ങനെയാണ് നമ്മുടെ ന്യൂട്രീഷൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സോ വല്ലതും വരുന്നുണ്ടോ? ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ബിഗിനർ സീരീസ് പോലെ ആയതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നിൻ്റെ ആവശ്യമില്ല. തൽക്കാലം ഒരു കാര്യം മാത്രം വിട്ടുപോയി. ഇവിടെ സണ്ണില്ല, കുറവാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി മാത്രം ഞാൻ ഡെയിലി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡോസേജ് വേണമെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇനി അതല്ല നിങ്ങൾ സണ്ണുമായിട്ട് നല്ല എക്സ്പോഷർ ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, വൈറ്റമിൻ ഡി എടുക്കേണ്ട കാര്യമില്ല. ബാക്കി ഇത്രയും ഫുഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളം കൂടി ഇത്രയും പ്രോപ്പറാക്കിയാൽ മതി. അപ്പം ന്യൂട്രീഷൻ്റെ ഭാഗം സെറ്റ്, സ്ലീപ്പിൻ്റെ ഭാഗം സെറ്റ്, ലൈഫ് നമ്മുടെ പാറ്റേൺ സെറ്റാക്കി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വർക്കൗട്ട് പ്ലാനാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇവിടെ പ്രീ വർക്കൗട്ട് നമ്മൾ എന്നൊക്കെ വെച്ചേക്കുന്നത് ഓട്സ് 75 ഗ്രാം, പ്രോട്ടീൻ പൗഡർ 10 ഗ്രാം, 1 കിവി. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അതാണ്ട് ഇത്, ഈ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ തൊട്ട് മേളിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഇടാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഓട്സ് എടുക്കുന്നു. ഓട്സ് ഇനി ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത്
ഈ സാധനം ഇപ്പോൾ പാത്രമില്ലേ, ഇതിപ്പോൾ ഓണാക്കിയില്ലെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഓണായെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്യും. അതുകൊണ്ട് പാത്രത്തിൻ്റെ വെയിറ്റ് കാണുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. അല്ലെങ്കിൽ ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് ഒത്തിരി ഇത് അബ്സല്യൂട്ട്ലി ഇത് ബിഗിനേഴ്സിനായതുകൊണ്ട് ഇതുവരെ യൂസ് ടു അല്ലാത്തവർക്കാണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഓട്സ്, ചിലർക്ക് ഇത് ആരോട് ചോദിച്ചിരുന്നു, ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടിരുന്നു, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ചിലർക്ക് ഓട്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പം, അതായത് ഒത്തിരി നേരം ഇങ്ങനെ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സോക്ക് ചെയ്യാതെയോ കഴിക്കുമ്പോഴത്തേക്കും ഇത്തിരി ഡൈജഷൻ്റെ പ്രശ്നം വരുന്നവരുണ്ട്. ലൈക്ക് ഭയങ്കര ചുരുക്കമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓവർനൈറ്റ് ഓട്സൊക്കെ പോലെ തന്നെ ഇത് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ട് മീലിട്ടിട്ടാലും മതി. ഞാൻ പറയുന്നത് എൻ്റെ മീൽസ് അതേപടി നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാക്രോസിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ കിട്ടുന്ന നിങ്ങളുടെ വീടിനടുത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ, ഹൈ പ്രോട്ടീൻ സോഴ്സുകൾ, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള നല്ല കാർബ് സോഴ്സുകൾ, അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. സോ ഇത് നമ്മളിപ്പോൾ 75 ഗ്രാം എടുക്കുന്നു. ഇത് 75 ഗ്രാം ഓട്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് അറൗണ്ട് 10 ഗ്രാംസ് വേ പ്രോട്ടീൻ വേണം. ആക്ച്വലി ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ എൻ്റെ ഞാൻ മേടിച്ച് വെച്ച 2 ഇരിപ്പുണ്ട്, അപ്പോൾ അതെനിക്ക് തീർക്കണം. അത് വെറുതെ കളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ സപ്ലിമെൻറ്റ് ഇല്ലാതെ തന്നെ ലൈക്ക് ഫുഡ് മാത്രം മതി. ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്ക് ഒരു രീതിയിലും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ജനറലി മുട്ടയൊക്കെ പുഴുങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറില്ല. അപ്പോൾ ദാണ്ട ഇത് 2, 3, 4, 5, 6, 10 ഗ്രാം. അപ്പോൾ ഈ പ്രീ വർക്കൗട്ട് മീലിനകത്ത് നല്ലൊരു കാർബ് സോഴ്സ് ഉണ്ട്. നമ്മുടെ അനാബോളിക് സ്റ്റേറ്റ് നിലനിർത്താൻ വേണ്ടി ഒരു പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റഡി സോഴ്സ് ഓഫ് എനർജി, അതിന് നമുക്കൊരു ഫ്രൂട്ട് സോഴ്സും വേണം. അതിന് ഞാൻ മേടിച്ച കിവി ഒരെണ്ണം എടുക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് വെള്ളം ഒഴിക്കുന്നു, മൈക്രോവേവ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്, എന്തുകൊണ്ട് ഒരു ഫ്രൂട്ട് സോഴ്സ് ആഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ സാധാ കാർബിൻ്റെ ഫുഡുകളും ഫ്രൂട്ട്സിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി ആണെങ്കിലും രണ്ടും വർക്ക് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് സ്റ്റഡി ആയിട്ട്, രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോണ്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരെണ്ണം സ്പീഡിൽ ഇങ്ങനെ ബോഡിയിൽ ഇത് കൊടുത്തോണ്ടേയിരിക്കും, ഒരെണ്ണം സ്ലോയിൽ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ നമ്മൾക്ക് വർക്കൗട്ടിനകത്ത് നമുക്ക് എനർജി സ്റ്റേബിൾ ആയിരിക്കാൻ വേണ്ടി രണ്ടിൻ്റെയും മാക്സിമം ഇത് കിട്ടാൻ വേണ്ടി, മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഫ്രൂട്ടും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഇത്രയും എക്സ്ട്രീമായിട്ട് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ഫോളോ അലോങ് വിത്ത് മീ, നിങ്ങൾക്കത് വർത്തായിരിക്കും. പ്രീ വർക്കൗട്ട് മീൽ റെഡി. ഇത് ഓട്സ്, പ്രോട്ടീൻ പൗഡർ, കിവി. ഈ ഒരു കിവി ഞാൻ കഴിക്കുന്നത് ഇൻക്ലൂഡിങ് സ്കിന്നാണ്. റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ഒരു സോഴ്സാണിത്. ബട്ട് ഫ്ലഷിനെക്കാട്ടിലും കൂടുതൽ ഇതിൻ്റെ സ്കിന്നിലാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. അതായത് ആ ഒരു ലെയറിൽ, കറക്റ്റ് ആ ഒരു ഫ്ലഷ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന ആ ഒരു ലെയറിൽ. അപ്പം ചില ഫ്രൂട്ട്സുകൾ അങ്ങനെയാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ചില സമയത്ത് നമുക്ക് തൊലിയോട് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഈ കിവി വിത്ത് സ്കിന്നാണ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഡൈജസ്റ്റ് ആകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ ജിമ്മിലോട്ട് പോകാം. പക്ഷേ പോകുന്നതിന് മുന്നേ നമ്മുടെ വർക്കൗട്ട് എന്നാണെന്ന് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ വെറും 3 വർക്കൗട്ടുകൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. ആ 3 വർക്കൗട്ടുകൾ എന്ന് പറയുമ്പം നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. വർക്കൗട്ട് എയും വർക്കൗട്ട് ബിയും. വർക്കൗട്ട് എ എന്ന് പറയുന്നത് സ്ക്വാട്ട്സ്, ബെഞ്ച്, ബാർബൽ റോ, ഈ 3 മാത്രം 5 സെറ്റ് 5 റെപ്പറ്റീഷൻ ഓരോന്നിനും. ഇനി ബി എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് സ്ക്വാട്ട്സ്, ഓവർഹെഡ് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, ആ 3 വർക്കൗട്ട് മാത്രം. ഇനി ഇത് നമ്മൾ ഏതൊക്കെ ദിവസം റെസ്റ്റ്, ഏതൊക്കെ ദിവസം വർക്കൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ് വർക്കൗട്ടുള്ള. ബാക്കി ഫുൾ ഡേയ്സ് നമുക്ക് റെസ്റ്റാണ്. ഇത്രയും റെസ്റ്റ് വേണോ, ഇത്രയും മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇത് ധാരാളമാണ്. ഇപ്പം ഞാനും നിങ്ങളുടെ കൂടെ ചെയ്യുവാണ്, എനിക്കും ഇതുവരെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം തൽക്കാലം ഇത്രയും മതി. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം, അതായത് റിക്കവറി ഓക്കെ ആണോ, നമുക്കിനി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. കാരണം നമ്മൾ ചെറിയ റിക്കവറി ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഏറ്റവും ചെറുതിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ നമുക്ക് റിക്കവറി എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്
പോകും തോറും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിനെ പല ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. അതായത് വർക്കൗട്ട് എയും വർക്കൗട്ട് ബിയും ഞാൻ പറഞ്ഞല്ലോ. ഇതെങ്ങനെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീക്കിൽ, അതായത് ഇന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച ഞാൻ വർക്കൗട്ട് എ ചെയ്യും, ഈ വരുന്ന ബുധനാഴ്ച ഞാൻ വർക്കൗട്ട് ബി ചെയ്യും, ഈ വരുന്ന ഫ്രൈഡേ ഞാൻ വർക്കൗട്ട് എ ചെയ്യും. അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യം വർക്കൗട്ട് എ വന്നു, ഒരു പ്രാവശ്യം ബുധനാഴ്ച മാത്രം വർക്കൗട്ട് ബി വന്നു. നെക്സ്റ്റ് വീക്ക് ഇത് റിവേഴ്സ് ചെയ്യും എന്ന് പറയുമ്പം 2 പ്രാവശ്യം വർക്കൗട്ട് ബി വരും. അതായത് തിങ്കളും വെള്ളിയും ഞാൻ വർക്കൗട്ട് ബി ആയിരിക്കും ചെയ്യുന്നത്, വെനസ്ഡേ ഞാൻ വർക്കൗട്ട് എ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആഴ്ചയും മാറി മാറിയായിരിക്കും. ബാക്കി എല്ലാ ദിവസവും നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ട ഭയങ്കര ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇൻറ്റൻസിറ്റിയിലായിരിക്കും പുഷ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ബിഗിനർ ആണെങ്കിൽ, അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ല, നാളെ ഇത് കണ്ടിട്ട് ജിമ്മിൽ പോയി കയറുന്നേ ഉള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ഇടുക എന്നുള്ളതിലല്ല, ബാറ് വെച്ച് ഫോം ശരിയാക്കുക. ഫോം ശരിയാക്കുമ്പോഴത്തേക്കും അതായത് നിങ്ങൾ കിടക്കേണ്ട കുറച്ച് രീതിയും ബ്രീത്തിങ് കുറച്ച് ടെക്നിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജിമ്മിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ എങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ ബിഗിനർ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ബാറ് വെച്ച് മാത്രം ചെയ്യുക. ഇനി ബാർ നിങ്ങൾക്ക് ടൂ മച്ച് ആണെങ്കിൽ, കാരണം ഐഡിയലി ഒരു പ്രോപ്പർ ബാർ എന്ന് പറയുമ്പോൾ 15 kg ഫീമെയിൽസിന് 20 kg മെയിലിന് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് തീരെ സ്ട്രെങ്ത് ഇല്ല, ഭയങ്കര ടൂ മച്ച് ആണെന്ന് തോന്നുവാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഡംബൽസ്. ഈ സെയിം സാധനം തന്നെ വിത്ത് ഡംബൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം വേണമെങ്കിൽ ഒരു കുറച്ച് റെപ്പറ്റേഷൻസ് കൂടുതലിട്ട് ഒരു 8 to 10 റെപ്പറ്റേഷൻസ് വേണേൽ ആക്കിക്കോ, നിർബന്ധമില്ല. ബട്ട് മാക്സിമം 5x5 തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. അപ്പം ഇനി അടുത്ത കേസിൽ നമുക്ക് എടുക്കാം. അതായത് അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി യൂസ് ടു ആണ്, വെയ്റ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും, പക്ഷേ ഫോം കറക്റ്റ് അല്ലാന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നൊരു വെയിറ്റ് തന്നെ എടുക്കുക. അത് വെച്ച് 5 സെറ്റും 5 റെപ്പറ്റേഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് വേണം ചൂസ് ചെയ്യാൻ. ഇനി അടുത്തതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പവർ ലിഫ്റ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് യൂസ് ടു ആണ്, നിങ്ങളുടെ 1 rep max അറിയാമെങ്കിൽ, 1 rep max എന്ന് പറയുമ്പം ആ ഒരു വെയിറ്റ് ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് പൊക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എത്ര ട്രൈ ചെയ്താലും അതിന് മേലോട്ട് ഒരെണ്ണം പോലും പോകത്തില്ല എന്ന് ഉറപ്പുള്ളൊരു വെയിറ്റ്. അത് പവർ ലിഫ്റ്റിംഗ് ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഇന്നതാണ് നമ്മുടെ ആ വെയിറ്റ് എന്നുള്ളത്. ഇപ്പം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയലി ഒരു കേസ് പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ എന്നെക്കൊണ്ട് ഇപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയാം, 100 കിലോ 10 റെപ്പറ്റേഷൻ എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഇത് ഐഡിയ കാണുമല്ലോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന 60 കിലോ ആണെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനിക്കുക നിങ്ങളിപ്പം ചെയ്തിട്ടുള്ളതിൽ 12 റെപ്പറ്റേഷനേ പോയിട്ടുള്ളൂ, അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ ഫെയിലിയറാണ്. അങ്ങനെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഐഡിയ കാണുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവുക, അല്ലെങ്കിൽ സഫാരി ഏതാണെന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് 1 rep max കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. 1 rep max കാൽക്കുലേറ്റർ. അപ്പം സ്ട്രെങ്ത് ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ, ഇത് മിറേഡ് ഫോം അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആണെങ്കിലും കുഴപ്പമില്ല. തൽക്കാലം നിങ്ങളിപ്പം 1 rep max കാൽക്കുലേറ്റർ, അതിൻ്റെ ഹെഡിങ് വരുന്നത് strengthlevel.com എന്ന് പറഞ്ഞൊരു സൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഇടാം. ലിഫ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിനകത്ത് ഞാൻ 100 കിലോ എന്ന് കൊടുക്കുവാണ്. ലിഫ്റ്റിനകത്ത് 100 കിലോ, ഞാൻ പറയും 100 എനിക്ക് 10 എണ്ണ പോകുന്നതെന്ന് വിചാരിക്കുക. 10 കൊടുത്തിട്ട് കാൽക്കുലേറ്റ് 1 rep max നമ്മൾ ഞെക്കുവാണ്. അപ്പം നമുക്ക് കാണിക്കുന്നത് ഇവിടെ ലിഫ്റ്റ് വെയിറ്റ് നമുക്ക് മാക്സിമം ഈ പറഞ്ഞൊരു റെപ്പറ്റേഷൻ ബേസ് ചെയ്താണെങ്കിൽ നമ്മളെക്കൊണ്ട് മാക്സിമം പൊക്കാൻ പറ്റുന്നത് 133 കിലോ 0.3 ഗ്രാം. ഇത്രമായിരിക്കും നമ്മൾ, അതായത് 133.3 kg. ഇത്രമായിരിക്കും നമ്മളെക്കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 rep max. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം 5 റെപ്പറ്റേഷൻ ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും നമ്മളെക്കൊണ്ട് പറ്റുന്ന റെപ്പറ്റേഷൻസിനെ ബേസ് ചെയ്ത് ഇവർ തന്നെ തന്നിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് 6 റെപ്പറ്റേഷൻ പറ്റുന്നത് 113.3 കിലോ, 4 റെപ്പറ്റേഷൻ പറ്റുന്നത് 120 കിലോ. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു വെയിറ്റൊക്കെ ചൂസ് ചെയ്യുക. എന്നിട്ട് അത് വെച്ച് വേണം ഈ പറഞ്ഞ 5x5 ചെയ്ത് തീർക്കാൻ. ഇനി ഒരു കാര്യം കൂടെ, ഇതൊക്കെ ഞാൻ ജിമ്മിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ബട്ട് അതിന് മുന്നേ ഒന്ന് പറയുന്ന കാര്യമാണ്, അൾട്ടിമേറ്റ് ബിഗിനർ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബാർ വെച്ചായിരിക്കും ചെയ്യുന്നത്. അന്നേരം വാമ്പ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രെച്ചസ്, കുറച്ച് റൊട്ടേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെ കാണുള്ളൂ. പക്ഷേ ഐഡിയലി ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നവരിൽ വെയ്റ്റ്സ് വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ ബേസ് ഇത് വെച്ച് തന്നെ ഞാൻ പറയാം, 108 കിലോ ആണ് എൻ്റെ 1 rep max. ഞാൻ പണ്ട് ചെക്ക് ചെയ്തിരുന്നത് 108 കിലോ ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുവാണ് 108 കിലോ, എനിക്ക് ഒറ്റ റെപ്പറ്റേഷനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 റെപ്പറ്റേഷൻ എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 90 കിലോ ആയിരിക്കും.
അപ്പോൾ എൻ്റെ വർക്കിംഗ് വെയിറ്റ്, വാമപ്പ് വെയിറ്റ് അല്ല, വർക്കിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 90 കിലോ ആണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ചെന്നിട്ട് ഞാൻ 90 കിലോ ആണ് 5 സെറ്റ് 5 റെപ്പറ്റീഷൻ ആ സാധനം ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്നതിൽ ചെന്ന് കഴിയുമ്പം ഇങ്ങനെ വെയിറ്റ്സ് ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ 5 സെറ്റിൽ അവസാനത്തെ 3 സെറ്റ് മാത്രമേ ഉള്ളൂ വർക്കിംഗ് സെറ്റ്. ആദ്യത്തെ 2 സെറ്റ് വാമപ്പ് സെറ്റാണ്, വെയിറ്റ് വെച്ച് ചെയ്യുന്നവർക്ക് മാത്രം. അല്ലാത്തവർക്ക് 5 സെറ്റും നിങ്ങൾക്കിപ്പോൾ ചെയ്യുന്ന രീതിയിൽ വെയിറ്റ് വെച്ച് യൂസ് ടു ആകുക. ഓക്കെ, ബാക്കി വെയിറ്റ്സ് വെച്ച് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഹെവി ഒരു വെയിറ്റാണ് ചെയ്യുന്നതെങ്കിൽ, എനിക്കറിയാം 90 കിലോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാർ വെച്ചൊരു വാമപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ 90ൻ്റെ ഒരു 50% എന്ന് പറയുമ്പം ഒരു 45 കിലോ അല്ലെങ്കിൽ 50 കിലോ ഇൻക്ലൂഡിങ് ബാർ വെയിറ്റ്. ബാറിൻ്റെ വെയിറ്റ് 20 കിലോ ആണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തൊരു 15 ഇട്ട് കഴിഞ്ഞാൽ 30ഉം 20ഉം 50 കിലോ ആയി. 50 കിലോ വെച്ച് ഒരു കുറച്ച് റെപ്പറ്റീഷൻ, ഒത്തിരി റെപ്പടിക്കുക എന്നുള്ളതിലല്ല, നമ്മുടെ ബോഡി ഒന്ന് റെഡിയാക്കുക 90 കിലോയ്ക്ക് വേണ്ടി. ഒരു 50 കിലോ വെച്ച് നമുക്കൊരു 3 റെപ്പറ്റീഷൻ അല്ലെങ്കിൽ 4 റെപ്പറ്റീഷൻ, ഒരു അണ്ടർ 5 റെപ്പറ്റീഷൻസിനകത്ത് താഴെ നിന്നാൽ മതി. ഒരു 5 റെപ്പറ്റീഷൻ ആൻഡ് അണ്ടർ. ബാർ വെച്ച് മാത്രം വേണമെങ്കിൽ ഒരു 8-10 റെപ്പറ്റീഷൻ പയ്യെ ചെയ്യുക, ആ മസിൽ കിട്ടുന്ന രീതിയിൽ. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോയിൽ നിന്ന് 90 കിലോയിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അടുത്ത് നിങ്ങൾ 70 കിലോ ഇടുക. 70 കിലോ ഇട്ട് 2 റെപ്പറ്റീഷൻ ചെയ്യുക. അടുത്തത് വേണമെങ്കിൽ ഒരു 80 കിലോ ഇടുക. 80 കിലോ ഇട്ടിട്ട് ഒറ്റ റെപ്പറ്റീഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 90 കിലോ ഇട്ടിട്ട് നമ്മുടെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാമപ്പ് സെറ്റ് എന്നുള്ളത് കണക്കിലെടുക്കണ്ട. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 5 സെറ്റും 90 കിലോ വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് 3 സെറ്റ് മാത്രം 90 കിലോ ചെയ്താൽ മതി. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എത്രത്തോളം ബോഡി ടയേർഡ് ആകുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം, അതായത് ഈ സ്ട്രെങ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ബേസ് ചെയ്ത് നിങ്ങളത് ചെയ്യുക. ഇനി പ്രോഗ്രസീവ് ഓവർലോഡ് നടക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സെഷനും, ഇന്ന് നമ്മൾ ബെഞ്ച് ചെയ്തു, ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഇന്ന് തിങ്കളാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച വന്ന് ബെഞ്ച് ചെയ്യാൻ നോക്കാൻ നേരം നമ്മൾ വെയിറ്റ് കൂട്ടിയിരിക്കണം. ഫെയിലാകുമോ ഇല്ല എന്നുള്ളത് ചെയ്ത് നോക്കി അറിയേണ്ട കാര്യമാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് റെസ്റ്റ് ടൈം ഇമ്പോർട്ടൻറ്റ് വരുന്നത്. റെസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മിനിമം 2 to 3 മിനിറ്റ്സ് ആണ് റെസ്റ്റ് ടൈം കിടക്കുന്നത്. ഓക്കെ ആണ്, കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞ് ബ്രീത്ത് എല്ലാം നോർമലായെങ്കിൽ 2 മിനിറ്റ്സ്. പിന്നെ നമ്മൾ ചെയ്തു, സ്ട്രഗിൾ ചെയ്തു, ബട്ട് സ്റ്റിൽ പറ്റി എന്നുള്ളതാണെങ്കിൽ 3 മിനിറ്റ്സ്. ഇനിയുള്ളത് വരുന്നത് നമ്മൾ ചെയ്തിട്ട് ഫെയിലായെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ടൈം എടുത്തിരിക്കണം. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഓടാൻ നിൽക്കരുത്. അപ്പോൾ 5 മിനിറ്റ് ടൈം കൊടുക്കുക. അത് ചെയ്തിട്ട് ടൈമർ വെച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ആ വെയിറ്റ് ട്രൈ ചെയ്ത് നോക്കുക. പറ്റത്തില്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ വെയിറ്റ് കൂട്ടാൻ പറ്റുന്നില്ല എന്നുള്ള കേസാണെങ്കിൽ റെപ്പ് 1-2 കൂട്ടിയേക്കുക. ഇനി ഇതൊക്കെ പല ചോയ്സസുകളുടെ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ റെസ്റ്റ് ടൈം കവർ ചെയ്തു, വെയിറ്റ്സിനെ പറ്റി കവർ ചെയ്തു, വാമപ്പ് റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ തൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ജിമ്മിൽ ചെന്ന് ബാക്കി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ വാമപ്പ് റൊട്ടീനിലെ ആദ്യത്തെ കാര്യം. അതായത് നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യാൻ നേരം ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പോലെ മാക്സിമം കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പോയിൻ്റ് വരെ നമുക്ക് നേരെ ഇങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്നിട്ട് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തേക്കുക, ഇങ്ങനെ ചരിച്ച് കൊടുത്തേക്കുക. എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ആ ഒരു മോഷൻ തന്നെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ആ ഒരു ഫീൽ നമുക്ക് കിട്ടണം. അതിന് റിവേഴ്സ്. പിന്നെയുള്ളത് സ്ട്രെച്ചാണ്. ഇതിൻ്റെ സ്ട്രെച്ചാണ്. അതായത് കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചിട്ട് ഈ മുട്ട് ഇങ്ങനെ താഴോട്ട് വലിക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെച്ച് കിട്ടും. അത് തന്നെ ഇപ്പുറത്തെ സൈഡും. പിന്നെയുള്ളത് റിയർ ഡെൽറ്റിൻ്റെ സ്ട്രെച്ചാണ്. റിയർ ഡെൽറ്റ് സ്ട്രെച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് ഇങ്ങനെ കൈ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയും. ഇതാണ് ബേസിക് അപ്പർ ബോഡിയുടെ സ്ട്രെച്ചസ് എന്ന് പറയുന്നത്. ഇനി ലോവർ ബോഡിയുടെ വരുമ്പം എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് കാല് ബാക്കിലോട്ടും മുന്നോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്യുക.
ഇത് റെപ്പറ്റീഷൻ വരുമ്പോൾ എല്ലാം ഒരു 8-10 റെപ്പറ്റീഷൻസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ കാല് മറ്റേ ഗ്ലൂട്ട്സിൻ്റെ സൈഡിലോട്ട് ചെയ്യത്തില്ല. പിന്നെ പെണ്ണുങ്ങളിൽ കൂടുതൽ ആൾക്കാർ കൂടുതലും പെണ്ണുങ്ങൾ ചെയ്യുന്നൊരു വർക്കൗട്ടില്ലേ, ഈ കാലിൽ മറ്റേ ഒരു സ്കഫ് പോലെ ഇട്ടിട്ട് നമ്മുടെ കേബിളിൽ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ പൊക്കുന്ന പോലെ സൈഡിൽ ഗ്ലൂട്ട്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഇതും ഒരു 8-10 റെപ്പറ്റീഷൻ. അപ്പോൾ നമ്മുടെ ബേസിക് അത്യാവശ്യം ബോഡി ഫുള്ളൊന്ന് സ്ട്രെച്ചായുള്ള വാമപ്പുകളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാം. ഈ ഒരു വർക്കൗട്ട് കൂടുതലും മറ്റേ ഷോൾഡറിന് പെയിനൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ, സ്ഥിരം ഷോൾഡർ വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു വാമപ്പ്, എസ്പെഷ്യലി ഹെവി ലിഫ്റ്റുകൾ ചെയ്യുന്ന ടൈമുകൾ. അപ്പം ഇതെനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡുണ്ട്, ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലിട്ടു, ഇത് പിടിച്ചാൽ കിട്ടുന്നൊരു ലെവലിൽ, എന്നിട്ട് ഇച്ചിരി സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. എന്നിട്ട് റിയർ ഡെൽസ് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. 3, 4, 5, 6, 7. ഞാൻ അപ്പുറത്തെ കൈ പോലെ ചെയ്യും. അതായത് റിയർ ഡെൽസ് ടൈറ്റ് ആക്കി ഇനി ഇതിൻ്റെ തന്നെ ഒരു ഫോർമാറ്റും കൂടെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ നിന്നിട്ട് ഈ വെയ്റ്റിനെ, മറ്റേ കൈ കാണിച്ചാൽ കാണുകയുള്ളായിരിക്കും, ഇങ്ങോട്ടധികം വെട്ടമില്ല, സോറി അബൌട്ട് ദാറ്റ്. അപ്പം ഇവിടുന്ന് ബോഡിയിൽ അടുപ്പിച്ചുകൊണ്ട് വെക്കുക, മുട്ടിവിടെ ക്ലോസ് ആണ്, എന്നിട്ട് കൈ മാത്രം ബാക്കിലോട്ട് പോകുന്ന രീതിയിൽ എന്നിട്ട് മുന്നോട്ട് വലിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെച്ചാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ഒത്തിരി വെയിറ്റ് ചെയ്യുക എന്നുള്ളതിലല്ല. കാരണം ഇത് വെറും വാമപ്പാണ്. പിന്നെയുള്ളത് പുള്ളപ്പ് ബാറിൽ കിടന്നിട്ട് ജസ്റ്റ് ഷ്രഗ്സ് ചെയ്യുന്ന പോലെ ഹാഫ് ഷ്രഗ് ചെയ്യുക. സ്ക്വാട്സിന് വേണ്ടി നമ്മൾ ചെയ്ത ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വർക്കൗട്ട് സ്ക്വാട്ടാണ്. അപ്പോൾ സ്ക്വാട്ടിന് വേണ്ടി ഫസ്റ്റ് തിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സാധനം, ഇത് കിടക്കുന്നത് ഞാൻ ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ഷോൾഡർ തട്ടുന്ന ഒരു ലെവലിലായിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് ബാക്കിലോട്ട് എടുത്ത് വെച്ചിങ്ങനെ ഇറക്കി കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. അങ്ങനത്തെ ഒരു ഫോമിലാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം നമുക്ക് സ്ക്വാട്ട് ചെയ്യേണ്ടതിൽ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് 3 സെറ്റാണ് നമ്മുടെ മെയിൻ സെറ്റുകൾ എന്ന് പറയുന്നത്, അതായത് ഹെവി വരുന്നത്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 1 റെപ്പ് മാക്സ് കാൽക്കുലേറ്ററിലോട്ട് പോവുകയാണ്. എൻ്റെ പഴയ 1 റെപ്പ് മാക്സ് സ്ക്വാട്സിൻ്റെ എന്ന് പറയുന്നത് 150 kg, അത് ഒറ്റ റെപ്പറ്റീഷൻ. അപ്പം 150 kg ഒറ്റ റെപ്പറ്റീഷൻ 1 റെപ്പ് മാക്സ് ആണെങ്കിൽ ഞാൻ എയിം ചെയ്യേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 3 സെറ്റ്സ്, ഇവിടെ നെറ്റ് സ്ലോ ആണല്ലോ, 150. ഓക്കെ, ഞാൻ എയിം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു 130 കിലോ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. കാരണം ഇത്ര നാൾ സ്ക്വാട്ട് ചെയ്യാതിരുന്നതുകൊണ്ട് അപ്പോൾ ഇത്ര പോകുമെന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ അറൗണ്ട് 130 കിലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ബാർ ലോഡ് ചെയ്തല്ലോ, ബാർ ലോഡ് ചെയ്തിട്ട് ഇതൊക്കെ വാമപ്പ് വെയിറ്റ് ആയിരിക്കും. 130 എത്തുന്നിടം വരെയുള്ളത് വാമപ്പ് വെയിറ്റ് ആയിരിക്കും. അത് കൺട്രോൾഡ് ആയിരിക്കും, കാരണം നമ്മൾ കുറേ നാൾ ചെയ്യാതിരുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഹെവിയാണ് പോകാൻ പോകുന്നത്, സോ ബോഡി അതിന് വേണ്ടി റെഡി ആയിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ളത് റേഞ്ച് ഓഫ് മോഷൻ. നിങ്ങൾ ഫുള്ള് താഴെ പോയിരിക്കണോ, അതോ പകുതിക്ക് വന്ന് നിന്നാൽ മതിയോ, അതോ പകുതി കുറച്ചും കൂടെ താഴെ പോരണോ, മേളോട്ട് ഫുള്ള് ദൂരണോ, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബൈസെപ്സ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം
നിങ്ങളുടെ ബൈസപ്സ് എവിടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ വരെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ബൈസപ്പ് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇതിനെങ്ങനെ കൈ തിരിച്ചാലും പക്ഷേ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. ഇവിടം വരെ വരാം. പിന്നെ മേലോട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഓരോരുത്തരുടെ ബോഡിക്ക് ഓരോന്നാണ്. നിങ്ങളുടെ കാല് വർക്കാകുന്നത് ഇപ്പോൾ നിങ്ങൾ ക്വാഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ക്വാഡ്സ് എവിടെ തൊട്ടാണ് ആക്ടിവേറ്റ് ആകുന്നത്, എവിടം വരെ നിർത്തിക്കുമ്പോൾ ക്വാഡ്സിൽ നിന്ന് പോയി മുട്ടയിലോട്ട് എവിടെ വന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. സോ എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റാർട്ടിങ് പൊസിഷൻ ഇവിടെ തുടങ്ങിയിട്ട് പാരലലിയും തൊട്ട് താഴെ അതിനും താഴോട്ട് പോയി. മറ്റേ പണ്ട് ഞാൻ ഡീപ്പ് സ്ക്വാട്ട് ചെയ്യായിരുന്നു. ഏറ്റവും ഡീപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഗ്ലൂട്ട്സ് ആൻഡ് ഹാംസ്ട്രിങ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. അത് ഗ്ലൂട്ട്സാണ് പ്രൈമറി വരുന്നത്, എക്സ്പെഷ്യലി ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം ഫുള്ള് പോയിരിക്കുന്നില്ല, ഒരു പാരലിന് തൊട്ട് താഴെ എന്നിട്ട് ഞാൻ പൊങ്ങുമായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ സ്വീറ്റ് സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാം ഇത് കഴിഞ്ഞു. ഇനിയിപ്പം കുറേ നാൾ ചെയ്യാതിരുന്നതുകൊണ്ട് നമ്മൾ പയ്യെ വെയിറ്റ് ആഡ് ചെയ്ത് വരാം. 15 കിലോ ഇടാം. തൊട്ട് മുന്നിലത്തെ റെപ്പ് ചെയ്ത് കണ്ടല്ലോ, നമ്മൾ ടോട്ടൽ 3 റെപ്പൊക്കെ ചെയ്തുള്ളൂ. കാരണം മാക്സിമം നമ്മൾ തളർത്തി കളയുക എന്നുള്ളതിലല്ല, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 130 കിലോയ്ക്ക് വേണ്ടി നമ്മുടെ ബോഡി റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എനിക്ക് ഈ സ്ട്രെങ്തിൻ്റെ ഇത് ഇനി മേലോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മളവിടെ ചെന്ന് കണ്ടതിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫിസിക്ക് ഭയങ്കര താഴെയായിരുന്നു. ഈ സൈസ് പോരാ. സോ നമ്മൾ ഭയങ്കര ഡിറ്റർമൈൻഡാണ്. ഇതൊരു പണ്ട് നമ്മുടെ സ്കൂളിൽ സ്പോർട്സിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളൊരാളുടെ കൂട്ടത്തിൽ ഓട്ട മത്സരം പോയി നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ തോൽപ്പിക്കാതെ നമുക്കൊരു മനസ്സിനൊരിത് കിട്ടത്തില്ലല്ലോ. ആ സെയിം ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പം. സോ വരുന്നൊരു 2 ഇയറിൽ ആ ആളെ തോൽപ്പിക്കുക എന്നുള്ളതിലല്ല, നമ്മുടെ ഫിസിക്ക് ബെറ്റർ ആക്കുക എന്നുള്ളതിലാണ്. ലൈക്ക് അത് പോരാ, ബോഡി ബിൽഡിങ് ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ഫിസിക്ക് അത് പോരാ. സോ ഇപ്പോൾ നമ്മൾ 120 ലോഡ് ചെയ്തിട്ടുണ്ട്. 120 ലോഡ് ചെയ്തതിൽ 25, 50, അവിടെ ഒരു 50, അപ്പോൾ 100, ബാറിൻ്റെ വെയിറ്റ് 20, 120. സോ ഇനി നമുക്ക് സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്യാം. ഊരിപ്പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. സോ ഇത് വിട്ടിട്ടു 120 ഒരു 1 റെപ്പ് ഞാൻ ചെയ്യും. എന്നിട്ട് 125 ഇട്ടിട്ടും ഒരു 1 റെപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം റെസ്റ്റ് ടൈമിൻ്റെ കാര്യം. ഓക്കെ, ഇതൊരു 1 റെപ്പ് ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്തതിനെ ബേസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മിക്കവാറും 130 ഇടുന്നില്ല, 120 തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് പ്ലാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇത് ചെയ്യുന്നത്. സ്ക്വാട്ടൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. ഇത് എടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഹെവി ആയിട്ട് തോന്നി. സോ ലെറ്റ്സ് സീ. നമുക്ക് 3 സെറ്റ് ഇനിയുണ്ട്. വാം സെറ്റുകളെല്ലാം കഴിഞ്ഞു. 5x5 ആദ്യത്തെ 2 സെറ്റാണ് വാമ്പ് വരേണ്ടത്. പക്ഷേ ഇത്രയും ഹെവിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പയ്യെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഇനിയുള്ള 3 സെറ്റ് ഞാൻ ഈ സെയിം വെയിറ്റ് തന്നെ ചെയ്യും. പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം ബോഡി എങ്ങനെ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്ത് ഇപ്പം 100 കിലോ ചെയ്തുള്ളെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ച തന്നെയാണ് കൂട്ടിക്കൊണ്ട് വരണം. ഇത് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. ഇപ്പം ഞാൻ 3 മിനിറ്റ് റെസ്റ്റ് വെക്കുകയാണ്. കാരണം അത് ഇച്ചിരി ടയറിങ് ആയിരുന്നു. ഹെവി ചെയ്യുന്നതുകൊണ്ട് നീ സ്ലീവ് ഇട്ടിട്ടുണ്ട്, പിന്നെ ബെൽറ്റ് ഇട്ടു, പിന്നെ റിസ്റ്റയിൽ ഹോൾഡ് വരാതിരിക്കാൻ വേണ്ടി റിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന അന്നൊക്കെ നല്ല ഹെവി ട്രെയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നത്തെ വെയിറ്റ് അല്ല ഇപ്പം. അന്ന് എനിക്ക് 80 സംതിങ് kg ആണ്. ഇപ്പോൾ ഞാൻ 71 അങ്ങാണ്ടേ ഉള്ളൂ. അന്ന് ഞാൻ 84, 83 ആ റേഞ്ച് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പീക്ക് സ്ട്രെങ്തും എൻ്റെ പീക്ക് ബോഡിയും അതായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ക്രോസ് ചെയ്യണം. അന്ന് എനിക്കിത് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എനിക്ക് ബെൽറ്റൊന്നും ഇല്ലാതെ ഇതൊക്കെ സിമ്പിളായിട്ട് ഇതൊക്കെ ഒരു വാം അപ്പ് വെയിറ്റ് പോലെയായിരുന്നു. പക്ഷേ നമ്മളപ്പോൾ കുറേ താഴെ വന്നു. സോ ഇപ്പോൾ 3 മിനിറ്റ് ടൈമറായി. ലെറ്റ്സ് ട്രൈ 5 റെപ്സ്.
മ്യൂസിക് ഏത് പാട്ട് വേണം? ഏതൊരു പാട്ട് ഇത്ര ഞാൻ പ്ലേ ചെയ്യുമായിരുന്നത്? ഉടുത്ത പഞ്ചാബ്. So let's try 5 reps. അത് നല്ല ഹെവി ആയിരുന്നു. സോ ഒരു 4-5 മിനിറ്റ് ബ്രേക്ക് വേണം. അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹാംസ്ട്രിങ് വലിയാൻ തുടങ്ങി. സോ ഇത് 2 റെപ്പേ പോയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് വെയിറ്റ് കുറയ്ക്കണം, ഇത്രയും പോകത്തില്ല. ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒറ്റ മെഷീനേ ഉള്ളൂ, ഒരാളുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ വേറൊരു സൊല്യൂഷൻ കണ്ടുവച്ചിരിക്കണം. അതായത് ഇപ്പം സ്ക്വാട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതിൻ്റെ മെഷീൻ സ്ക്വാട്ടോ സ്മിത്ത് സ്ക്വാട്ടോ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണം. പിന്നെ ബെഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുന്നത് ഡംബൽ പ്രസ്സാണ്. ഡംബൽ പ്രസ് ഞാനിപ്പം സെയിം സ്ട്രാറ്റജി നമ്മൾ ഫൈനലി ഉള്ള 3 സെറ്റ് 5 സെറ്റ് 5 റെപ്പിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ തൽക്കാലം ഞാൻ ചെറിയ വരുന്നു 14 കിലോ വെച്ചിട്ട് വാമ്പ് ചെയ്തു, 18 വെച്ചിട്ട് വാമ്പ് ചെയ്തു, 24 വെച്ചിട്ട് വാമ്പ് ചെയ്തു, ഇപ്പോൾ 30 വെച്ച് വാമ്പ് ചെയ്യാൻ പോവാണ്. ഇത് ഫിലിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എൻ്റെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഒത്തിരി ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രൈവസി ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ സെയിം സ്ട്രാറ്റജി തന്നെ നേരത്തെ പറഞ്ഞത് തന്നെ 5 സെറ്റ് 5 റെപ്പിറ്റേഷൻ. ആദ്യത്തെ എഴുതെല്ലാം വാമ്പുകളാണ്. ഒരു 36 കിലോ 38 കിലോ എടുക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അറിയത്തില്ല എത്രയും പോകുമെന്ന്, നോക്കാം, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നു. നേരത്തെ ഇതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയെങ്കിൽ മാത്രം 5 മിനിറ്റ് റെസ്റ്റ്, ഇല്ലെങ്കിൽ 3 മിനിറ്റ്. എനിക്ക് പെട്ടെന്ന് തന്നെ ബ്രീത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ 2 to 3 മിനിറ്റ്സ്, അതാണ് റെസ്റ്റ് ടൈം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാർബൽ റോയാണ്. അപ്പം ഈ റോസിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നതും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഴ്സണലി നമുക്ക് 2 രീതി ചെയ്യാൻ പറ്റും. ഒന്ന് ഇങ്ങനെ എടുത്ത് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാം, പക്ഷേ അത് ഈ ഒരു വിഡ്ത്തിന് വേണ്ടിയാണ്. നമുക്ക് ആ ഒരു വൈഡ് ഏരിയ ഉണ്ടല്ലോ, ആ വൈഡ് ഏരിയ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഉള്ളത് പെൻലെറോയാണ്. പെൻലെറോ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ഫോമാണ്. നമ്മൾ ഈ പറഞ്ഞാൽ ഇങ്ങനെ അനക്കമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ഗോ ഫോർ അപ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ നേരെ ഇങ്ങനെ പോകുന്നതാണ് പെൻലെറോ എന്ന് പറയുന്നത്. അത് പിന്നീടത്തേക്കുള്ളതാണ്, തൽക്കാലം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാർ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ടൈറ്റ് ആക്കുന്ന എവിടെയാണ് അവിടുന്ന് ആ പോർഷന് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഏത് വെയിറ്റ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇത്ര വന്നിട്ട് ഈ ഒരു പോർഷൻ മാത്രം അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെയിറ്റ്സ് ഇടുകയാണ്. അപ്പുറത്ത് ഡംബൽ പ്രസ് ചെയ്ത് തീർത്തു, പക്ഷേ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ ഭയങ്കര ജർക്ക് ഓഫ് ചെയ്തല്ലേ ചെയ്യുന്നത്, ലൈക്ക് ഇത്രയും ഇങ്ങനെ ജെർക്കിയാടി ഇങ്ങനെ ചെയ്ത് ഒരു കൺട്രോളിലേക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് തന്നെ സ്ട്രെങ്ത് ആൻഡ് സൈസ് എന്നുള്ള രീതിയിലാണ്. അപ്പം മാക്സിമം നമ്മൾ മറ്റേ ഫോമിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അതല്ല, അതൊക്കെ ഓരോ പ്രോഗ്രാമിനെ ബേസ് ചെയ്താണ്. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മസിലിനെ
ആ ടെൻഷനിൽ ആ ഹെവി വെയിറ്റിൽ നിർത്തുക. ഇപ്പോൾ ബെഞ്ച് പ്രസ് ആണെങ്കിൽ നിങ്ങൾ മറ്റേ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫുള്ള് താഴെ കൊണ്ട് വെച്ച് ഇങ്ങനെ ഫുള്ളിങ്ങനെ വെച്ച് അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ആ ഒരു റേഞ്ചുള്ള ഇങ്ങനെ ടൈറ്റ് ആകുന്ന റേഞ്ച് വേണമെങ്കിൽ ഇത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും മതി. അത് അപ് ടു യു ആണ്. പക്ഷേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം ഹെവി 5 സെറ്റ് 5 റെപ്പിറ്റീഷൻ അതിൽ ആഴ്ചയിൽ പ്രോഗ്രസ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരേ ഒരു ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ഫോം തീരെ പാലിക്കരുതെന്നല്ല, ആ മസിൽ ആക്ടിവേറ്റ് ആകുന്ന ഫോം പാലിക്കണം. പക്ഷേ ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾ ബെഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഷോൾഡറൊക്കെ ഇറക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റേഞ്ച് ഓഫ് മോഷൻ്റെ കാര്യമാണ്. ഈ റേഞ്ച് ഓഫ് മോഷൻ ഓക്കെയാണ്. ഇനി അതിലെ ഫുള്ളാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്, ഫുള്ള് ചെയ്യാം. റേഞ്ച് ഓഫ് മോഷൻ എങ്ങനെ വേണമെങ്കിലും ആകാം. അതിന് അർത്ഥം ഞാൻ ഫോം തിരിച്ച് ചെയ്തോളാൻ പറഞ്ഞു എന്നല്ല. നമ്മളിപ്പോൾ ചെയ്ത ഇൻറ്റൻസിറ്റിയിൽ ഇത് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് നല്ല വേദന കാണുന്നേത്ത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് ഫോം റോളിങ് ചെയ്യാം. ഫോം റോളിങ് ഞാനിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ കാലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹാംസ്ട്രിങ് ആണ് കൂടുതലും ടൈറ്റ് അയക്കുന്നത്. അപ്പോൾ ഇത് കാലിനടി വെച്ചിട്ട് മേളിൽ കയറുന്നിട്ട് ഹാംസ്ട്രിങ് ഇങ്ങനെ ഫോം റോൾ ചെയ്യുക. അതുപോലെ ഏതൊക്കെ മസിൽസാണ് നമ്മളിന്ന് യൂസ് ചെയ്തത് അതൊക്കെ ഫോം റോൾ ചെയ്യുക. ചെസ്റ്റിന് മാത്രം നിൽക്കുക, സ്ട്രെച്ച് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഹാംസ്ട്രിങ് ഫോം റോൾ ചെയ്യുക, ക്വാഡ്സ് ഫോം റോൾ ചെയ്യുക, ബാക്ക് ഫോം റോൾ ചെയ്യുക. ബാക്ക് ഫോം റോൾ ചെയ്യുമ്പോഴത്തേക്കും നട്ടലിൻ്റെ ആ പോർഷൻ മാത്രം, എല്ല് മാത്രം ഇട്ട് ഫോം റോൾ ചെയ്യരുത്, ബാക്കിയെല്ലാം ഫോം റോൾ ചെയ്യുക. അപ്പം ഫോം റോളിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇപ്പം നമ്മൾ ചെയ്ത വർക്കൗട്ടിന് നമ്മൾ ലെറ്റ്സ് സേ നിങ്ങൾ ഇന്ന് സ്ക്വാട്ട് ചെയ്തില്ലേ, സ്ക്വാട്ട് ചെയ്തപ്പം ഓരോ മസിൽ ഗ്രൂപ്പുകളും ഹാംസ്ട്രിങ്, ക്വാഡ്സ്, ഇപ്പോൾ ചെസ്റ്റ് ബെഞ്ച് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെസ്റ്റ് ഇതിനൊക്കെ എത്ര ദിവസം നിങ്ങൾക്ക് വേദന നിലനിന്നും നിങ്ങൾ നോക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു സോർനെസ് ഉണ്ടല്ലോ, ആ സോർനെസ് എത്ര ദിവസം ലാസ്റ്റ് ചെയ്തു നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പം ചിലപ്പം ചെസ്റ്റിന് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ മാറിക്കാണും, ലെഗിന് ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിക്കാണും. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ റിക്കവറി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് പെട്ടെന്ന് ഗ്രോ ആകുമായിരിക്കും, വേറൊരു മസിൽ ഗ്രൂപ്പിന് ചിലപ്പോൾ ഇച്ചിരി കൂടി റിക്കവറി ആവശ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു മസിൽ റിക്കവറായി, ലൈക്ക് ഫുള്ളി സോർനെസ് ഒക്കെ പോയി റെഡി ആയെന്നുണ്ടെങ്കിൽ അതിനർത്ഥം 2 ദിവസം ഈ ഒരു ടൈം ഫ്രെയിമിൽ, അതായത് 48 hours നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അതാണ് അതിനർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനും ഇപ്പം തൽക്കാലം ഞാൻ നാളത്തെ എൻ്റെ ബോഡിയുടെ പെയിൻ വെച്ച് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, എൻ്റെ കോമ്പറ്റീഷനിലെ ഫ്രെയിമിൽ ഞാൻ ചെയ്ത കാർബ് ലോഡിങ്, ലോ കാർബ് ഹൈ കാർബ്, അതെനിക്കൊരു മിസ്റ്റേക്കായിരുന്നു. കാരണം എനിക്ക് ഒബിയസ്ലി ഫാറ്റ് കുറഞ്ഞിരുന്നു, ബോഡി ഫാറ്റ് പെർസെൻ്റൊക്കെ താഴെയായിരുന്നു. പക്ഷേ എൻ്റെ മസിലിൻ്റെ ഫുൾനെസ് സ്റ്റേജിൽ കുറവായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാനിപ്പം പുതിയതായിട്ടിട്ടൊരു 300 and something grams കാർബ് വന്നിട്ടുണ്ട്. അത്രയും കാർബ് ഇന്ന് കഴിച്ചപ്പം നിങ്ങൾ ആ കണ്ട പമ്പാണ്, അത്രയും കാർബിൽ നിന്നുള്ള പമ്പാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിരുന്നത്. അപ്പോൾ ഒബിയസ്ലി ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്തൊരു ഫെയിലിയർ എന്ന് പറയുന്നത്, ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം കാർബ് ഫുള്ള് കട്ട് ചെയ്യാതെ ഒരു മീഡിയം പേസിൽ നിലനിർത്തണം. കാർബ് അത്രയും കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡിക്ക് നല്ലതല്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നാളെ റെസ്റ്റ് ആയിരിക്കും. നാളെ ഫുള്ള് റെസ്റ്റ് ഡേ ആണ്. പക്ഷേ മീൽസ് എല്ലാം സെയിം ആണ്. നമ്മൾ മീൽസ് സെയിം ആയിട്ട് കഴിക്കും, ഒരു വ്യത്യാസവും ഇല്ല. ചിലരുടെ ഡൗട്ടാണ് വർക്കൗട്ട് ഇല്ലാത്ത ദിവസം ഇതൊക്കെ കഴിക്കണോ, പ്രീ വർക്കൗട്ട് മീൽ കഴിക്കണോ, പോസ്റ്റ് വർക്കൗട്ട്. ആ സെയിം ടൈമിൽ നമ്മൾ വർക്കൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫുഡ് കഴിച്ചിരിക്കും. അപ്പം നമ്മളെല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. അപ്പോൾ ന്യൂട്രീഷൻ കവർ ചെയ്തു, നമ്മുടെ ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് കണ്ടു, ബഡ്ജറ്റിങ് കണ്ടു, പിന്നെ ഫസ്റ്റ് ഡേയുടെ വർക്കൗട്ട് കണ്ടു. അതിൻ്റെ ഫോമുകളൊന്നുമില്ല, ലൈക്ക് വേറെ മസിൽ ഗ്രൂപ്പുകൾ ഒത്തിരി ആക്ടിവേറ്റ് ആകാത്ത രീതിയിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ അനുസരിച്ച് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ ഡേ 1 ഓഫ് ബിഗിനർ സീരീസ്. ഇനിയിപ്പോൾ നമുക്ക് വെനസ്ഡേ ആണുള്ളത്. പക്ഷേ നാളെ ഞാൻ മിക്കവാറും റെസ്റ്റ് ഡേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് റെസ്റ്റ് ഡേയുടെ ഒരു വീഡിയോസും കൂടെ ചെയ്തിട്ടേക്കാം. So yeah, I'll see you in another video.